നമസ്കാരം മലയാളി വാർത്തയുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, കഴിഞ്ഞ ദിവസം മുഴുവൻ നമ്മളെ വളരെ അലട്ടിയ ഒരു ദൃശ്യം, ഒരു സംഭവമാണ് കുറ്റിപ്പുറത്ത് ദേശീയപാതയിൽ നിയന്ത്രണം വിട്ട് ബസ് ഡിവൈഡറിലിടിച്ച് തലകീഴായി മറിഞ്ഞുണ്ടായ അപകടം. അതിൻ്റെ ദൃശ്യങ്ങളൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നിരുന്നു. വല്ലാതെ അലട്ടുന്നുണ്ട്. ആ ദൃശ്യങ്ങളൊക്കെ വളരെ ഭയാനകമായ ദൃശ്യങ്ങളാണ്. ഒരു ജീവൻ വെടിയുന്ന സാഹചര്യമുണ്ടായി. എന്തായാലും കഴിഞ്ഞ ദിവസം കുറ്റിപ്പുറത്ത് ദേശീയപാതയിൽ കൈലാസ് ഓഡിറ്റോറിയത്തിന് സമീപമാണ് ബസ് നിയന്ത്രണം വിട്ട് ഡിവൈഡറിലിടിച്ച് തലകീഴായി മറിഞ്ഞ അപകടം സംഭവിച്ചത്. ഒരുപാട് പേർക്ക് പരിക്കേറ്റു, ഒരാൾ മരിച്ചു. കോഴിക്കോട് പെരുവയൽ സ്വദേശി വൈഷ്ണവാണ് മരിച്ചത്. അപകടത്തിൽ 26ഓളം പേർക്കാണ് പരിക്കേറ്റത്. 4 പേരുടെ നില അതീവ ഗുരുതരമാണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നാട്ടുകാരും രക്ഷാപ്രവർത്തകരും ഒക്കെ ചേർന്നാണ് യാത്രക്കാരെ ബസ്സിനുള്ളിൽ നിന്നും പുറത്തെടുത്തത്. തൃശൂർ കോഴിക്കോട് റൂട്ടിൽ ഓടുന്ന സ്വകാര്യ ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. അപകട സമയത്ത് ബസ്സിൽ നിറയെ യാത്രക്കാരുണ്ടായിരുന്നു. ബസ്സിന്റെ അമിത വേഗതയാണ് അപകട കാരണമെന്ന് ദൃക്സാക്ഷികൾ തന്നെ പറയുന്നുണ്ട്. പ്രത്യേകിച്ച് തൃശൂർ ജില്ലയിലുള്ളവർക്കൊക്കെ അറിയാം, അവിടുത്തെ സ്വകാര്യ ബസ്സുകളുടെ സ്പീഡ് മറ്റൊരു ജില്ലയിലും കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള സ്പീഡാണ് തൃശ്ശൂരിലെ സ്വകാര്യ ബസ്സുകൾ. വളരെ വളരെ വേഗമെന്ന് പറഞ്ഞാൽ പോലെ അതിനെ മറ്റെന്തെങ്കിലും വിശേഷിപ്പിക്കേണ്ടിയിരിക്കുന്ന അത്രയും മരണപ്പാച്ചിലാണ് പല സ്വകാര്യ ബസ്സുകളും തൃശ്ശൂരിൽ നടത്തുന്നത്. അനുഭവമുള്ളത് കൊണ്ട് ഈ ഒരു വിവരം കൂടി പങ്കുവയ്ക്കുന്നതാണ്. എന്തായാലും വലിയ സ്പീഡ് തന്നെയാണ് തൃശ്ശൂരിലെ മിക്ക പ്രൈവറ്റ് ബസ്സുകളും നടത്തുന്നത്. അത്രയും ഒരു മരണപ്പാച്ചിൽ തന്നെയാണ് നടത്തുന്നത്. പൊതുവേ റോഡിൽ ഇറങ്ങുമ്പോൾ മരണപ്പാച്ചിൽ നടത്തരുത് എന്ന് നിയമമൊക്കെ ഉണ്ട്, പക്ഷെ ആരും പാലിക്കില്ല. എല്ലാവർക്കും മുന്നേ എത്തണം, ഒരു ബസ്സിനെ ഓവർടേക്ക് ചെയ്യണം, അല്ലെങ്കിൽ അതിവേഗത്തിൽ തന്നെ റോഡിൽ കൂടി പായണം. എന്തായാലും കഴിഞ്ഞ ദിവസത്തെ അപകടം ഒരു ജീവൻ നഷ്ടമാകുന്ന അപകടം ഉണ്ടാക്കിയത് അമിത വേഗതയാണ് എന്ന് തന്നെയാണ് ദൃക്സാക്ഷികളടക്കം പറയുന്നത്. മഴയിൽ റോഡ് നനഞ്ഞു കിടന്നിരുന്നു, അതും അപകടത്തിന് കാരണമായിട്ടുണ്ടാകാം എന്ന് നാട്ടുകാരടക്കമുള്ളവർ നിഗമനം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. കാറിന് മുകളിലേക്കാണ് ബസ് മറിഞ്ഞു വീണത്. ഫയർഫോഴ്സ് എത്തി ബസ് വെട്ടിപ്പൊളിച്ചാണ് യാത്രക്കാരെ പുറത്തെടുത്തത്. ബസിന്റെ നടുഭാഗം 2ആയി പിളർന്നുപോയി. വളാഞ്ചേരി, കോട്ടയ്ക്കൽ എന്നിവിടങ്ങളിലെ സ്വകാര്യ ആശുപത്രികളിൽ പരിക്കേറ്റവരെ പ്രവേശിപ്പിക്കുകയും ചെയ്തു. ഇനി ഈ മരിച്ച ഒരു ചെറുപ്പക്കാരനാണ് ജീവൻ നഷ്ടമായിരിക്കുന്നത്. ജോലി എന്നൊരു സ്വപ്നവുമായി പരീക്ഷ എഴുതാൻ പോയതായിരുന്നു ഈ ചെറുപ്പക്കാരൻ. വൈഷ്ണവിനെ ഓർത്ത് ഒരു നാടും വീടും ഒക്കെ തേങ്ങുകയാണ്. ചെറുകുളത്തൂർ എന്ന നാട്ടിലാണ് വൈഷ്ണവിൻ്റെ വീട്. വൈഷ്ണവിൻ്റെ സഹോദരൻ വൈശാഖിനും അപകടത്തിൽ പരിക്കേറ്റു. തൃശ്ശൂരിൽ നടക്കുന്ന ദേവസ്വം വകുപ്പിലേക്കുള്ള പരീക്ഷയ്ക്കായാണ് വൈഷ്ണവ് കോഴിക്കോട്ട് നിന്ന് തിരിച്ചത്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ജീവനക്കാരനാണ് വൈശാഖ്. ടൈൽസ് പണിക്കാരനായിരുന്നു വൈഷ്ണവ്. ഒരു സ്ഥിരം ജോലി സ്വപ്നം കണ്ട് ഇറങ്ങിയതായിരുന്നു. പക്ഷേ പകുതി വഴിയിൽ വൈഷ്ണവിന് ജീവൻ നഷ്ടപ്പെടുന്ന സാഹചര്യമുണ്ടായി. വലിയ പ്രതീക്ഷകളോടെ യാത്രയൊക്കെ പറഞ്ഞ് സന്തോഷത്തോടെ തന്നെയാണ് വൈഷ്ണവ് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയത്. പക്ഷേ വഴിയിൽ ഒരു വലിയ ജീവൻ തന്നെ അപകടത്തിൽപ്പെടുത്തുന്ന വലിയൊരു അപകടം പതുങ്ങിയിരിക്കുകയായിരുന്നു. അവസാന യാത്രയാണ് അതെന്ന് ആർക്കും അത് ഉൾക്കൊള്ളാനാകുന്നില്ല. വളരെ വേദനയെ ആയിരിക്കുകയാണ് ആ ഒരു വീട്. ശനിയാഴ്ച വരെ ജോലിക്ക് പോയിരുന്നു വൈഷ്ണവ്. വിവരം പറഞ്ഞ ബന്ധുക്കളും സുഹൃത്തുക്കളും അപകടം നടന്ന കുറ്റിപ്പുറത്തേക്കും മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് ഓടിയെത്തിയെങ്കിലും വൈഷ്ണവ് മരിച്ചു എന്ന വാർത്തയാണ് അവർക്ക് അറിയാൻ സാധിച്ചത്. ഇന്നലെ രാവിലെ 10:30യോടെയാണ് അപകടം. തെന്നി നീങ്ങവേ ഡിവൈഡറിൽ തട്ടി അതിന് മുകളിലേക്ക് തന്നെ മറിഞ്ഞ ബസ് 2ആയി പിളരുകയായിരുന്നു. അപകടത്തിൽ സീറ്റിനും കമ്പിക്കും ഇടയിൽ കുടുങ്ങിയ ഒരു യാത്രക്കാരനെ അഗ്നിരക്ഷാസേന അരമണിക്കൂറോളം നടത്തിയ പരിശ്രമത്തിന് ശേഷമാണ് രക്ഷിച്ചത്. കോഴിക്കോട് നിന്ന് തൃശ്ശൂരിലേക്ക് പോകുന്ന ഡിഫൻഡർ ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. ദേശീയപാത 66-ൽ അത്താണി ബസാർ ഭാഗത്തു നിന്നുള്ള സർവീസ് റോഡ് അവസാനിക്കുന്നതിൻ്റെ 20 മീറ്ററോളം അകലെ വെച്ചാണ് ബസ് നിയന്ത്രണം വിട്ടത്. തുടർന്നാണ് നിരങ്ങി നീങ്ങിയ റോഡിന്റെ ഇടതുഭാഗത്തെ കോൺക്രീറ്റ് ഡിവൈഡറിൽ ഇടിച്ച് തലകീഴായി മറിഞ്ഞത്. ഓടിയെത്തിയ നാട്ടുകാരും യാത്രക്കാരും കുറ്റിപ്പുറം പോലീസും ചേർന്നാണ് ബസ്സിനകത്ത് നിന്ന് യാത്രക്കാരെ പുറത്തെടുത്തത്. കുറ്റിപ്പുറം താലൂക്ക് ആശുപത്രി, കുറ്റിപ്പുറത്തെ ഹിൽ ഫോർട്ട് അമാന, കോട്ടയ്ക്കൽ മിംസ്, എടപ്പാൾ ഹോസ്പിറ്റൽ, തൃശൂർ കുന്നംകുളം ദയ ആശുപത്രി എന്നിവിടങ്ങളാണ് പരിക്കേറ്റവരെ ആദ്യം എത്തിച്ചത്. മരിച്ച വൈഷ്ണവ് ബസ്സിന്റെ വലതുഭാഗത്തെ സീറ്റിലായിരുന്നു. കോൺക്രീറ്റ് ഡിവൈഡറിലുണ്ടായിരുന്ന തെരുവിളക്കിന്റെ ഇരുമ്പ് തൂണിന്റെ അടിഭാഗത്ത് ശക്തമായി ഇടിച്ച് വൈഷ്ണവിന്റെ തലയും മുഖവും പൂർണ്ണമായും തകർന്ന അവസ്ഥയിലായിരുന്നു. വളാഞ്ചേരി പുറമണ്ണൂർ സ്വദേശി ബംഗളൂരിൽ താമസിക്കുന്ന കലയത്ത് പ്രേംദാസ് ആണ് സീറ്റിനും കമ്പിക്കും മുകളിൽ കുടുങ്ങിയ മറ്റൊരു വ്യക്തി. ഇദ്ദേഹം പരിക്കുകളോടെ കുറ്റിപ്പുറത്തെ ഹിൽഫോർട്ട് ആശുപത്രിയിൽ ചികിത്സയിലാണ്. വളാഞ്ചേരിയിൽ നിന്ന് ഭാര്യയ്ക്കും മകൾക്കുമൊപ്പം കുറ്റിപ്പുറത്തേക്ക് വരികയായിരുന്നു പ്രേംദാസ്. ഇവർക്കും പരിക്കേറ്റു അപകടത്തിൽ. എന്തായാലും നടക്കുന്ന ഒരു അപകടമാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായത്. ഇനി നമ്മൾ തിരുവനന്തപുരത്തേക്ക് വരികയാണെങ്കിൽ തിരുവനന്തപുരത്ത് നടക്കുന്ന ഒരു കൊലപാതകം ഉണ്ടായിരിക്കുകയാണ്.
കൊലപാതകത്തിന്റെ വിശദാംശങ്ങൾ കൂടി നമുക്ക് നോക്കാം. ആ ഒരു റിപ്പോർട്ടിലേക്ക് കൂടി പോവുകയാണ്. വിശാഖിനെ അപായപ്പെടുത്താൻ കാപ്പ കേസ് പ്രതിയായ പ്രദീപ് ശ്രമിക്കുമെന്ന് ചൂണ്ടിക്കാട്ടി വിശാഖിന്റെ അമ്മ വഞ്ചിയൂർ പോലീസിലും മാർച്ച് മാസത്തിൽ പോലീസ് കമ്മീഷണർക്കും പരാതി കൊടുത്തിരുന്നതാണ്. അപ്പോൾ പോലീസിന്റെ ഭാഗത്തുനിന്ന് വീഴ്ചയുണ്ടായി എന്ന് തന്നെ കുടുംബം ആരോപിക്കുന്നുണ്ട്. പ്രദീപ് കാപ്പ കേസിലെ പ്രതിയാണെന്നും മുൻപും ആക്രമണം നടത്തിയിട്ടുണ്ടെന്നും പരാതിയിൽ വ്യക്തമാക്കിയിരുന്നു. താൻ ഒറ്റയ്ക്ക് കഴിയുമ്പോൾ മാരകായുധങ്ങളുമായി വിശാഖിനെ കൊല്ലുമെന്ന് പ്രദീപ് ഭീഷണിപ്പെടുത്തിയിരുന്നതായും കുടുംബം പറയുന്നു. പോലീസ് സംരക്ഷണം നൽകണമെന്ന ആവശ്യമൊക്കെ പോലീസിനോട് ആവശ്യപ്പെട്ടിരുന്നു. വഞ്ചിയൂർ പോലീസ് പക്ഷേ യാതൊരു നടപടിയും സ്വീകരിച്ചില്ല എന്നൊരു പ്രധാന ആരോപണം പോലീസിനെതിരെ ഇപ്പോൾ കുടുംബം ഉയർത്തുകയാണ്. പോലീസിന്റെ ഭാഗത്ത് നിന്ന് നടപടി ഉണ്ടായില്ല, അതുകൊണ്ട് ജീവന് ഭീഷണിയുണ്ടെന്ന് ചൂണ്ടിക്കാട്ടി വിശാഖിന്റെ അമ്മ തിരുവനന്തപുരം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഏപ്രിലിൽ ഹർജി നൽകി. ഇരു കുടുംബങ്ങളും തമ്മിൽ വർഷങ്ങളായി തർക്കങ്ങൾ നിലനിന്നിരുന്നു. ഈ തർക്കങ്ങളാണ് പ്രശ്നങ്ങളിലേക്ക് നയിച്ചത്. അതേസമയം കൊല്ലപ്പെട്ട വിശാഖും പ്രതിയായ പ്രദീപും ക്രിമിനൽ പശ്ചാത്തലമുള്ളവരാണ് എന്നാണ് പോലീസിന്റെ വാദം. 4 പ്രതികളാണ് സംഭവത്തിലുള്ളത്. 4 പേരെയും പോലീസ് പിടികൂടിയിട്ടുണ്ട്. അതിർത്തി തർക്കം നിസാരം കേവലം ഒരു അതിർത്തി തർക്കത്തിൻ്റെ പേരിലുണ്ടായ മാസങ്ങളോളം നീണ്ടുനിന്ന വലിയൊരു തർക്കമാണ് ഒടുവിൽ ഒരാളുടെ കൊലയിലേക്ക്, ഒരാളുടെ ജീവൻ എടുക്കുന്ന തരത്തിലേക്ക് നയിക്കപ്പെട്ടിരിക്കുന്നത്. അയൽവാസിയും സുഹൃത്തുമായ ചമ്പക്കട സ്വദേശി പ്രദീപാണ് കേസിലെ മുഖ്യ പ്രതി. പ്രദീപിനെ വെട്ടി പരിക്കേൽപ്പിച്ച കേസിലെ പ്രതിയാണ് ഈ കൊല്ലപ്പെട്ട വിശാഖ്. അതായത് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ വെട്ടും കുത്തുമൊക്കെ ആയിരുന്നു. എന്തായാലും ഒരിക്കൽ വിശാഖ് പ്രദീപിനെ വെട്ടി പരിക്കേൽപ്പിച്ചിരുന്നു. ഈ പകയിലാണ് വിശാഖിനെ പ്രദീപ് കഴിഞ്ഞ ദിവസം വെട്ടിക്കൊലപ്പെടുത്തിയിരിക്കുന്നത്. വഴിത്തർക്കമാണ് ഈ എല്ലാ പ്രശ്നങ്ങളുടെയും അടിസ്ഥാന കേന്ദ്രം. വഴിത്തർക്കമുണ്ടാകുന്നു. ഇപ്പോൾ കേരളത്തിലുള്ള പലയിടങ്ങളിലും നേരിടുന്ന വലിയൊരു പ്രശ്നമാണ് വഴിയുമായി ബന്ധപ്പെട്ടുള്ള തർക്കങ്ങൾ. പലപ്പോഴും അത് വലിയ രീതിയിലുള്ള കൊലപാതകത്തിലേക്കൊക്കെ നയിക്കപ്പെടാറുണ്ട്. എത്രയോ നമ്മൾ കണ്ടിരിക്കുന്നു, ദൃശ്യങ്ങളൊക്കെ നമ്മൾ കണ്ടിരിക്കുന്നു. അതായത് വഴിത്തർക്കം, വഴിയുടെ പേരിലുള്ള തർക്കം, പിന്നെ അതൊരു കൊലപാതകത്തിലേക്ക്, ചിലപ്പോൾ കയ്യാങ്കളിയിലേക്കൊക്കെ വെട്ടി പരിക്കേൽപ്പിക്കുന്ന തരത്തിലേക്കൊക്കെ നീങ്ങുന്നത്. ഇവിടെയും അവിടെ ഇത് തന്നെയാണ് സംഭവിച്ചത്. വഴിത്തർക്കത്തെ തുടർന്ന് കാലങ്ങളായി ഇവർക്കിടയിൽ പ്രശ്നങ്ങളുണ്ടാകുന്നു. ഡിസംബറിൽ വിശാഖ് പ്രദീപിനെ വെട്ടി പരിക്കേൽപ്പിച്ചു. ഈ കേസിൽ റിമാൻഡിലായിരുന്നു വിശാഖ്. അടുത്തിടെയാണ് വിശാഖ് ജയിലിൽ നിന്നും പുറത്തിറങ്ങിയത്. ഞായറാഴ്ച ഉച്ചയ്ക്ക് 2 മണിയോടെ വഞ്ചിയൂർ പാസ്പോർട്ട് ഓഫീസിന് സമീപത്തുള്ള ചമ്പക്കടയിലുള്ള വിശാഖിന്റെ വീടിന് മുന്നിലെ റോഡിൽ വെച്ചായിരുന്നു കൊലപാതകം. കൈക്കും കാലിനും വയറിനും പലതവണ വെട്ടേറ്റ് വീണു വിശാഖ്. പക്ഷെ നാട്ടുകാരും വിശാഖിനെ ആശുപത്രിയിൽ എത്തിക്കാൻ ശ്രമിച്ചിരുന്നില്ല എന്നതടക്കമുള്ള ഒരു ആരോപണവും കൂടി നിലവിൽ ശക്തമാവുന്നുണ്ട്. പോലീസും ആംബുലൻസും എത്തി ആശുപത്രിയിലേക്ക് കൊണ്ടുപോയപ്പോഴേക്കും വിശാഖ് മരിച്ചിരുന്നു. KL 27H9286 എന്ന നമ്പറുള്ള കാറിലാണ് പ്രദീപ് എത്തിയത്. ആയുധങ്ങളുമായി 3 പേർ കൂടി ഒപ്പമുണ്ടായിരുന്നു. കൃത്യത്തിന് ശേഷം ഇവർ കാറിൽ രക്ഷപ്പെട്ടു. ഇവർ സഞ്ചരിച്ച വാഹനം പുലയനാർ കോട്ടയിലെ പാർക്കിംഗ് ഗ്രൗണ്ടിൽ നിന്നാണ് പിന്നീട് പോലീസ് കണ്ടെത്തിയത്. ഒരു നാട് ഒന്നടങ്കം നടുങ്ങിയിരിക്കുകയാണ്. പോലീസും നാട്ടുകാരും ഉറ്റവരും ഒക്കെ വളരെയധികം നടുക്കത്തിലാണ്. ഈ അതിർത്തി തർക്കം നേരത്തെ പരിഹരിക്കാമായിരുന്നില്ല എന്ന ചോദ്യം ഉയരുന്നുണ്ട്. അതിർത്തി തർക്കം പലരും ഇടപെട്ട് തീർക്കാൻ ശ്രമിച്ചതാണ്. പക്ഷേ എപ്പോഴും ഇതിന്മേലൊരു പ്രശ്നങ്ങളായിരുന്നു. ജയിൽ ശിക്ഷ അനുഭവിച്ച് തിരിച്ചിറങ്ങിയ വിശാഖ് മലയൻകീഴിലാണ് കുറച്ചുനാൾ താമസിച്ചിരുന്നത്. ഇടയ്ക്ക് മാത്രം വീട്ടിൽ വന്നു പോയിരുന്ന വിശാഖിനെ ആരും അധികം കണ്ടിരുന്നില്ല. എന്നാൽ 2 ദിവസം മുൻപ് വിശാഖ് പ്രദീപിന്റെ വാഹനം തകർത്തു. ഇതാണ് പ്രശ്നം കൂടുതൽ വഷളാക്കാൻ കാരണമായത്. കൊല്ലപ്പെട്ട വിശാഖിന്റെ ജോലി തുണികൾ വീടുകളിൽ നിന്ന് വാങ്ങി കഴുകി തിരികെ നൽകുന്ന ജോലിയായിരുന്നു. ഇതിനായി കട തുടങ്ങിയിരുന്നു. പക്ഷെ 2 വർഷം മുമ്പ് വിശാഖിന്റെ കട പൂട്ടിപ്പോയി. എന്തായാലും ഈ കൊലപാതകം, കഴിഞ്ഞ ദിവസത്തെ കൊലപാതകത്തിന്റെ ദൃക്സാക്ഷികളൊന്നും ഇല്ലാത്തത് പോലീസിനെ സംബന്ധിച്ച് വലിയൊരു വെല്ലുവിളിയാണ്. സാഹചര്യ തെളിവുകളുടെയും CCTV ദൃശ്യങ്ങളുടെയും അടിസ്ഥാനത്തിലാണ് പോലീസ് പ്രതികളിലേക്ക് എത്തിയത്. വഞ്ചിയൂർ പോലീസ് സ്റ്റേഷനിലെ 2013 റൗഡി ലിസ്റ്റിൽ ഉൾപ്പെട്ട ആളാണ് പ്രദീപ്. 2009 പ്രദീപിനെതിരെ വഞ്ചിയൂർ പോലീസിൽ ആദ്യ കേസ് രജിസ്റ്റർ ചെയ്തത്. വധഭീഷണി, തട്ടിക്കൊണ്ടുപോകൽ എന്നിവയാണ് പ്രദീപിന് നേരെ രജിസ്റ്റർ ചെയ്ത കേസുകൾ. വധശ്രമം, ആയുധം കൊണ്ട് ആക്രമണം, നരഹത്യാശ്രമം തുടങ്ങിയ 8 ഗുരുതര കുറ്റകൃത്യ കേസുകളിൽ പ്രതിയാണ് പ്രദീപ്. വഞ്ചിയൂർ, ഫോർട്ട്, പേട്ട സ്റ്റേഷനിലാണ് പ്രദീപിനെതിരെ കേസുകളുള്ളത്. 2013 ശേഷം പ്രദീപിന്റെ പേരിൽ കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടില്ല. ഇയാൾ പിന്നീട് ഡ്രൈവിംഗ്, വാഹനം വാടകയ്ക്ക് നൽകുക തുടങ്ങിയ മേഖലകളിലേക്ക് തിരിഞ്ഞിരുന്നു. തുടർന്നാണ് 2024 പ്രദീപിനെ വിശാഖ് ആക്രമിക്കുന്നത്. ആക്രമിച്ച ശേഷം തനിക്ക് പ്രദീപിൽ നിന്ന് വധഭീഷണിയുണ്ടെന്ന് ചൂണ്ടിക്കാട്ടി വിശാഖ് കോടതിയിൽ പോലീസ് സുരക്ഷയും ആവശ്യപ്പെട്ടിരുന്നു. ഇരുവരും BJP പ്രവർത്തകരായിരുന്നു. പക്ഷേ കൊലപാതകത്തിന് പിന്നിൽ യാതൊരുവിധ രാഷ്ട്രീയ പശ്ചാത്തലവുമില്ല. വ്യക്തി വൈരാഗ്യമാണ്
കൊടും ക്രൂരതയ്ക്ക് കാരണം എന്ന് തന്നെയാണ് അയൽവാസികളും പിന്നെ പോലീസും കണ്ടെത്തിയിരിക്കുന്നത്. ഭക്ഷണത്തിന് വേണ്ടി പുറത്തിറങ്ങിയപ്പോഴായിരുന്നു വിശാഖിനെ പ്രദീപ് അതിക്രൂരമായി കൊലപ്പെടുത്തിയത്. ഇന്നലെ വീട്ടിൽ ഭക്ഷണം പാകം ചെയ്തില്ല, പുറത്തുനിന്ന് ഭക്ഷണം വാങ്ങി വരാമെന്ന് പറഞ്ഞ് കൈതമുക്കിലെ വീട്ടിൽ നിന്നും ഇറങ്ങിയതായിരുന്നു വിശാഖ്. ഈ സമയം വഴിയിൽ പതിയിരുന്ന പ്രദീപും കൂടെ ഉണ്ടായിരുന്ന 3 അംഗ സംഘവും ചേർന്ന് വിശാഖിനെ തടഞ്ഞു നിർത്തി വാളുകൊണ്ട് ക്രൂരമായി വെട്ടി പരിക്കേൽപ്പിക്കുകയായിരുന്നു. മകന് വെട്ടേറ്റ വിവരം അറിഞ്ഞ് അമ്മ ഓടിയെത്തുമ്പോൾ വിശാഖ് റോഡിൽ എണീക്കാൻ വയ്യാത്ത അവസ്ഥയിൽ കിടക്കുകയായിരുന്നു. അമ്മയുടെ അവസ്ഥ ഒന്ന് ചിന്തിച്ചു നോക്കൂ. സ്വന്തം മകൻ കൺമുന്നിൽ മരണത്തോട് മല്ലടിക്കുകയാണ്. അമ്മ, എനിക്ക് വെള്ളം വേണമെന്ന് വേദനയോടെ വിശാഖ് ആ അമ്മയോട് പറയുകയായിരുന്നു. എന്തായാലും പ്രദേശവാസികളൊക്കെ അത് വല്ലാത്തൊരു ഭീകര ദൃശ്യമായിട്ട് അവരത് ഓർത്തെടുക്കുകയാണ്. അമ്മ ഓടിച്ചെന്ന് വെള്ളം നൽകിയ ശേഷം മകൻ എണീപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും ഗുരുതരമായി പരിക്കേറ്റതുകൊണ്ട് എണീപ്പിക്കാൻ സാധിച്ചിരുന്നില്ല. തുടർന്ന് പോലീസ് സ്ഥലത്തെത്തി ഒരു ഷീറ്റ് എടുത്തു കൊണ്ടുവരാൻ പറഞ്ഞ് അമ്മയെ മാറ്റിയ ശേഷമാണ് വിശാഖിനെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയത്. എന്നാൽ ആശുപത്രിയിലേക്ക് വഴിമധ്യയാണ് വിശാഖ് മരിച്ചത്. കൃത്യം നടത്തിയ ശേഷം കടന്നു കളഞ്ഞ പ്രദീപിനും സംഘത്തിനുമായി വഞ്ചൂർ പോലീസ് വൈകുന്നേരം മുതൽ തന്നെ ഉച്ചയ്ക്ക് മുതൽ, അതായത് ഈ സംഭവം നടക്കുന്ന ഉച്ചയ്ക്കാണ്, അപ്പോൾ മുതൽ അന്വേഷണം നടത്തിയിരുന്നു. എന്തായാലും 24 മണിക്കൂറൊന്നും പോകേണ്ടി വന്നില്ല. അതിനുള്ളിൽ തന്നെ ഈ സംഘത്തെ പോലീസ് പിടികൂടുകയും ചെയ്തു. എന്തായാലും നടക്കുന്ന ഒരു കൊലപാതകമാണ് സംഭവിച്ചിരിക്കുന്നത് തിരുവനന്തപുരത്ത്. ന്യൂസ് ഡെസ്ക് മലയാളി.